അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒന്നായ അപ്സ്റ്റോക്സിൻ്റെ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ അനായാസമായിട്ട് വെറും 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഒന്നാണ് അപ്സ്റ്റോക്സ്. ഏകദേശം 42 ലക്ഷം ആക്റ്റീവ് ക്ലയൻസ് ഇപ്പം നിലവിൽ അപ്സ്റ്റോക്സിലുണ്ട്. അവർ പഴയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നു, പുതിയ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് വന്നിരിക്കുന്നു, നല്ല ചാർട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ നല്ല ചാർട്ട്സ്, ഈ കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ GTT ഓർഡർ എന്ന ഫെസിലിറ്റി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാം കൊണ്ടും അപ്സ്റ്റോക്സ് അതിമനോഹരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഈ അപ്സ്റ്റോക്സിൻ്റെ ജേണിയിൽ നമുക്കും തീർച്ചയായിട്ടും ഒന്നു ചേരാം. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വെറും അനായാസമായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. അപ്പം ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഒരു ലിങ്ക്, അതായത് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇങ്ങനൊരു നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അപ്പം അപ്സ്റ്റോക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും. അപ്പം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഏതൊരു മൊബൈൽ നമ്പറാണോ നിങ്ങളുടെ അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം അപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ഈ കണ്ടിന്യൂ എന്ന ബട്ടൺ തെളിഞ്ഞു വരുന്നതായിരിക്കും. അതേ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഒരു 6 അക്കമുള്ള ഒരു പിന്ന് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ എൻ്റർ ചെയ്യുന്ന ആ പിന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ പിന്ന് ഉപയോഗിച്ചായിരിക്കും നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ലോഗിനൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ഏത് ഇമെയിൽ ID ആണോ നിങ്ങൾ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ കൊടുക്കാൻ ആഗ്രഹമുള്ളത് ആ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇമെയിൽ ID ഇവിടെ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഗെറ്റ് OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കൊടുത്ത ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പം ആ OTP ഈ ഒരു താഴത്തെ ഈ കോളത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവരിവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ്, അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ആണ് പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്. ഈ 2 ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമുള്ളത്. അപ്പം ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പം പാൻ കാർഡ് നമ്പർ ഈ ഫസ്റ്റ് കോളത്തിൽ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാൻ കാർഡിൽ ഏതാണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് ഈ കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇനി നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, ഇവിടെ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ ആണെങ്കിൽ മെയിൽ, അല്ലെങ്കിൽ ഫീമെയിൽ, ഏതാണെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിവിടെ മെയിൽ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ ഇതൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെങ്കിലും ഏകദേശം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ വലിയ അധികം പ്രാധാന്യമുള്ളതൊന്നുമല്ല, നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളൊരു പുതിയതായിട്ടാണ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്, ലെസ് ദാൻ 1 ഇയർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ 1 to 2 ഇയേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അച്ഛൻ്റെ പേര്, അതായത് പാൻ കാർഡിലുള്ള അച്ഛൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ കോളത്തിൽ. അതിനുശേഷം നിങ്ങളുടെ ജോലി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കറൻസി, കമ്മോഡിറ്റി സെഗ്മെൻറ്റ്സ് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യെസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ആണെങ്കിൽ SC സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത്രയാണ് പ്രൊഫൈലിൽ നമ്മൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ടാക്സ് ഡിക്ലറേഷൻ, അപ്പോൾ ടാക്സ് ഡിക്ലറേഷൻ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഈ ഒരു ബോക്സും ഈ ഒരു ചെക്ക് ബോക്സും സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൺഗ്രാജുലേഷൻ യു ക്യാൻ ഗെറ്റ് എ സ്റ്റോക്ക് ഫോർ ₹0. അപ്പോൾ ഇവിടെ ഐ വാണ്ട് എ സ്റ്റോക്ക് ഫോർ 0 എന്ന് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇവിടെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ബോക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരൽ വെച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ എന്താണോ അതിങ്ങനെ സിഗ്നേച്ചർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് നിങ്ങളുടെ ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്സ്റ്റോക്സുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ഡിജി ലോക്കറിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ ഡിജി ലോക്കർ കണക്റ്റ് നൗ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇവിടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള നമ്പർ ഈ ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പം ആ OTP ഇവിടെ വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനുശേഷം ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. അപ്പം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, ഇവിടെ ഡിജി ലോക്കറുമായിട്ട് കണക്ട് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ യൂസ് ചെയ്യുക. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അതായത് നിങ്ങളുടെ ഒരു സെൽഫി എടുക്കേണ്ടതായിട്ടുണ്ട്, ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള പെർമിഷനാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇവിടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്, അലോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവർ കുറച്ച് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ക്യാമറയ്ക്ക് നേരെ, അതായത് ഫ്രണ്ട് ക്യാമറയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രണ്ട് ക്യാമറയ്ക്ക് നേരെ കൃത്യമായിട്ട് മുഖം നല്ല വെളിച്ചത്തിരുന്ന് തന്നെ ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ ഗ്ലാസും തൊപ്പിയും ഒക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പം കൃത്യമായിട്ട് നല്ല വ്യക്തമായിട്ടൊരു ഫോട്ടോ എടുക്കുക. ഇവിടെ ഗോട്ട് ഇറ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ ക്യാപ്ചർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെ വേണമെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പൈസ ഇടണമെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യണമെങ്കിലും നിങ്ങൾ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ അതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് അക്കൗണ്ട് ഹോൾഡറിൻ്റെ പേര് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏത് IFSC കോഡാണോ ആ ബ്രാഞ്ചിൻ്റെ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒന്ന് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതൊന്നും കൂടെ റീ എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് ഇവിടെ സേവിങ്സ് ആണെങ്കിൽ സേവിങ്സ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് ഇപ്പം ഓപ്പൺ ആക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. ഇവിടെ കാണാൻ സാധിക്കും സൈൻ അപ്പ് ഫോർ ഫ്രീ. തീർച്ചയായിട്ടും താഴെയുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് തന്നെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഫ്യൂച്ചർ ഓപ്ഷൻ കറൻസി ആൻഡ് കമ്മ്യൂണിറ്റി സെഗ്മെൻറ്റിലും കൂടെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ യെസ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻകം പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് സെലക്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ഇൻട്രാഡേ ട്രേഡ്സ് സ്റ്റോക്സിലൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻ കറൻസി കമ്മോഡിറ്റി സെഗ്മെൻറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ യെസ് ആക്ടിവേറ്റ് ദിസ് സെഗ്മെൻറ്റ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ സെലക്ട് ഇൻകം പ്രൂഫ് ടൈപ്പിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ടൈപ്പായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും SBIയിലാണ് അക്കൗണ്ടെങ്കിൽ SBI യോനോ ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് മിനി സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം 6 മാസത്തെ മിനി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ബാങ്കാണോ അതിൻ്റെ 6 മാസത്തെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ PDF ഈ ഒരു ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ഏത് പ്രൂഫാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അത് ഒന്നുകിൽ സാലറി സ്ലിപ്പ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ മിനി സ്റ്റേറ്റ്മെൻറ്റ് ആകാം. ഏത് ഡോക്യുമെൻ്റ് ആണോ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ഞാൻ ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടാപ്പ് ടു അപ്ലോഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യമേ നെറ്റ് ബാങ്കിൽ പോയി അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് തന്നെ മുമ്പോട്ട് പോവുക. അപ്പം അതിനുശേഷം ഇത് അപ്ലോഡ് ആയതിനു ശേഷം ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഫുൾ നെയിം ഏതാണോ നിങ്ങളുടെ ഇൻകം പ്രൂഫിലുള്ള പേര് അതേ പേര് തന്നെ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോളത്തിൽ.
അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ നോമിനി ആഡ് ചെയ്യണോ വേണ്ടോ എന്ന്. അതായത് 3 നോമിനി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, അപ്പം ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് മുമ്പോട്ട് പോകാം. ഞാനിപ്പം ഇവിടെ നോമിനി ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ എന്ന് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി നമ്മുടെ ഫോംസ് എല്ലാം ഫില്ല് ചെയ്തു. ഇനിയിപ്പം ഇത് സൈൻ ചെയ്യണം, ഡിജിറ്റൽ സൈൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈൻ വിത്ത് ആധാർ OTP എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ സൈൻ നൗ എന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു സൈൻ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ 2 ചെക്ക് ബോക്സ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു സൈൻ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോവുക. അപ്പം മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ ഫോം ചെയ്ത ഫോംസ്, നമ്മൾ ഇതുവരെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ഫോമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം സൈൻ നൗ എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈൻ ചെയ്യുകയാണ്, നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുകയാണ്. അതിനുശേഷം NSDLൻ്റെ സൈറ്റുമായിട്ട് നമ്മളൊന്ന് ആധാർ ലിങ്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഈ ബോക്സിൽ എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് OTP എന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആധാർ ആയിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ഇവിടെ OTP വരും. അപ്പം ഈ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കാം, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെ ഇനി അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ടീം നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. ഇവിടെ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക്, നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐഡിയിലേക്ക് ഒരു പാസ്വേഡ് അതുപോലെ തന്നെ യൂസർ ID നിങ്ങൾക്ക് അയച്ചു തരും. യൂസർ IDയും പാസ്വേഡും അയച്ചു കൊടുക്കും. അപ്പം ഇതിനു വേണ്ടി അവർ പറയുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസമാണ് ഇവർ പറയുന്നത്. ഏകദേശം 3 ദിവസത്തെയാണ് പറയുന്നത്. പക്ഷേ 3 ദിവസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം 1 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ട്സ് എല്ലാം ഓപ്പൺ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആകാൻ സാധിക്കുന്നതാണ്. അപ്പം ഇവിടെ എനിക്ക് എളുപ്പം തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. യൂസർ നെയിം, യൂസർ ID, അതുപോലെ തന്നെ ലോഗിൻ പാസ്വേഡ് ഇങ്ങനെ ഇമെയിലിൻ്റെ അകത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ യൂസർ ID അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നേരത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ, അതുപോലെ തന്നെ ഓപ്ഷൻ, കറൻസി, കമ്മോഡിറ്റി എല്ലാ സെക്ഷൻസും നിങ്ങൾക്ക് ഇതുവഴി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളിനി പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്സ്റ്റോക്സിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് സെർച്ച് ചെയ്ത് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പം മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടൊന്ന് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമേ ഒരു 6 ഡിജിറ്റ് പിൻ യൂസ് ചെയ്തിരുന്നു. അത് പ്ലസ് നിങ്ങളുടെ യൂസർ ID അതുപോലെ തന്നെ ഇപ്പോൾ ലഭിച്ച യൂസർ പാസ്വേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ ആവശ്യമുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ്സ് കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ട് അപ്സ്റ്റോക്സിനെ കുറിച്ചും ബാക്കിയുള്ള ബ്രോക്കേഴ്സിനൊക്കെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ നല്ലൊരു അക്കൗണ്ടാണ് അപ്സ്റ്റോക്സിൻ്റെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ഞാൻ വിചാരിക്കുന്നു A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നേരത്തെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് വഴിയോ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.